അമേരിക്കയുടെ ലക്ഷ്യം ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കുകയാണ് എന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന പറഞ്ഞപ്പോൾ എല്ലാവരും നെറ്റിച്ചുളിച്ചു. ഏയ് അതൊക്കെ വെറുതെ, ഈ കാലത്തും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഉറപ്പായി ഞെട്ടും. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ, ഇന്ത്യക്കും മ്യാൻമാറിനുമിടയിൽ ഒരു പുതിയ രാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ രാജ്യത്തിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പേര് ചിൻലാൻഡ് എന്നാണ്. CHIN, ചിൻ ലാൻഡ് എന്നാണ് ഈ രാജ്യത്തിന്റെ പേര്. 2021 മുതൽ വളരെ വലിയ കലാപങ്ങൾ മ്യാൻമാറിൽ നടക്കുന്നുണ്ട്. പട്ടാളം ഭരണം പിടിച്ചെടുത്തതിന്റെ പിന്നാലെ തുടങ്ങിയ ഈ കലാപങ്ങളിൽ മുൻനിരയിൽ നിന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. പലപ്പോഴും ഇത് കുക്കി ചിൻ നാഷണൽ ഫ്രണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ആദ്യം ഇതൊരു സാധാരണ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു, എന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ട് മാറിയ കുക്കി ചിൻ നാഷണൽ ഫ്രണ്ട് നടത്തിയ കലാപങ്ങളുടെ ഭാഗമായിട്ട് ഈ മ്യാൻമാറിന്റെ ഭാഗമായിട്ടുള്ള ചിൻ സ്റ്റേറ്റ് ഇന്ന് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ചിൻ സ്റ്റേറ്റ് നമ്മൾ ഇന്ത്യക്കും ഒപ്പം ബംഗ്ലാദേശിനും ഒരുപോലെ വലിയൊരു അപകടം സൃഷ്ടിക്കുന്നുണ്ട്. ആരാണ് ഈ പറയുന്ന ചിൻ വംശജർ? നിങ്ങൾ പേര് ശ്രദ്ധിച്ചു കാണും, കുക്കി ചിൻ വംശജർ. ഈ ചിൻ വംശജർ എന്ന് പറയുന്നതും കുക്കികൾ എന്ന് പറയുന്നതും ഒരേ ഗോത്രം. അതായത് മണിപ്പൂരിൽ ഇവർ കുക്കികൾ എന്നറിയപ്പെടുന്നു, മ്യാൻമാറിലെ ചിൻ സ്റ്റേറ്റിൽ ഇവർ ചിൻ വംശജർ എന്നറിയപ്പെടുന്നു, മിസോറാമില് ഇവർ മിസോ വംശജർ എന്ന് അറിയപ്പെടുന്നു. ബേസിക്കലി ഇവർ കുക്കികളാണ്. കുക്കികൾ പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവർ പ്രധാനമായിട്ടും ഒരു ഗോത്രമാണ്. അതായത് ഈ കുക്കി ചിൻ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ലക്ഷ്യം ഈ ഇന്ത്യക്കും ബംഗ്ലാദേശിനും മ്യാൻമാറിനും ചൈനയ്ക്കും ഇടയിലായിട്ട് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കുക എന്നതാണ്. ആ രാജ്യം കുക്കികൾക്ക് സ്വാധീനമുള്ള ഒരു രാജ്യമായിരിക്കണം. കുക്കികൾ എന്ന് പറഞ്ഞാൽ അതിൽ മെജോറിറ്റിയും ഏതാണ്ട് 99% ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നവരാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുക്കി വംശജരുടെ കാര്യം എടുക്കുമ്പോൾ ഈ മ്യാൻമാറിലെ ടോട്ടൽ പോപ്പുലേഷനിൽ ഏകദേശം 15 മുതൽ 25 ലക്ഷത്തിനിടയിൽ കുക്കി വംശജരുണ്ട്. ഇന്ത്യയിലും ഏതാണ്ട് 20 ലക്ഷത്തിന് മുകളിൽ കുക്കികൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. കൃത്യമായിട്ടുള്ള കണക്ക് എനിക്ക് അറിയില്ല. അപ്പോൾ കുക്കികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കുക്കികൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് മണിപ്പൂരിൽ മാത്രമല്ല, മണിപ്പൂരിൽ, മിസോറാമിൽ, നാഗാലാൻഡിൽ, അസമിൽ, മേഘാലയയിൽ, ത്രിപുരയിലൊക്കെ തന്നെ ഈ കുക്കി വംശജരായിട്ടുള്ള ആൾക്കാരുണ്ട്. കൂടുതലുമുള്ളത് മണിപ്പൂരും മിസോറാമിലുമാണെന്ന് മാത്രം. നമ്മൾ പറഞ്ഞ മ്യാൻമാറിലെ ചിൻ സ്റ്റേറ്റ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് ആണ്. ഇന്നതൊരു സ്വതന്ത്ര രാഷ്ട്രമെന്നാണ് അവർ പറയുന്നത്. നിലവിൽ അവിടെ ഈ പറയുന്ന ചിൻ സ്റ്റേറ്റ് ഒരു കുക്കി രാജ്യമായിട്ട് അവർ സ്ഥാപിച്ചുവെങ്കിലും ഇത് ലക്ഷ്യമിടുന്നത് വിശാലമായ ഒരു ക്രിസ്ത്യൻ രാജ്യത്തിനാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും കാച്ചിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നോക്കുക. ഈ കാച്ചിൻ എന്ന് പറയുന്നത് ശരിക്കും ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. ഈ സ്റ്റേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കാച്ചിൻ വംശജരുണ്ട്, നാഗകളുണ്ട്, ചൈനീസ് വംശജരുണ്ട്, ഹാൻ വംശജരുണ്ട്, കുക്കികളുണ്ട്. ഇവിടുത്തെ പോപ്പുലേഷനിൽ നമ്മൾ നോക്കിയാൽ ഏകദേശം 33 മുതൽ 40% ക്രിസ്ത്യാനികളാണ്. ഈ ഒരു സ്റ്റേറ്റിന്റെ പോപ്പുലേഷന്റെ 40%. ബുദ്ധിസം വന്നിട്ട് ഒരു 60% വരുന്നുണ്ട്. അപ്പോൾ ബുദ്ധിസം കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യൻ രാജ്യം വിഭാവനം ചെയ്യുമ്പോൾ ഈ കാച്ചിൻ എന്ന് പറയുന്ന പ്രദേശം അതിൽ ഉൾപ്പെടുന്നു. കാച്ചിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ചൈനയുമായിട്ട് അതിർത്തി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ നിർത്തി സംസാരിക്കാം. അമേരിക്ക വിഭാവനം ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യം, അമേരിക്കയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു രാജ്യം രൂപപ്പെടുകയും ഈ കാച്ചിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാവുകയും ചെയ്യുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ചൈനയുമായിട്ട് അഥവാ ടിബറ്റുമായിട്ട് അതിർത്തി ഉണ്ടാക്കാൻ സാധിക്കും. കാച്ചിൻ രാജ്യത്തിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വല്യേട്ടനായി വന്നുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന് താവളമടിക്കാനും ചൈനീസ് അതിർത്തിയിൽ, അതായത് ടിബറ്റൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് ടിബറ്റിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാനും ചൈനയെ ടാർഗറ്റ് ചെയ്യാനും ഈ ഒരൊറ്റ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണം കൊണ്ട് അവർക്ക് സാധിക്കും. 33 മുതൽ 40% വരെ ക്രിസ്ത്യാനികളുള്ള ഈ സ്റ്റേറ്റിനെ വരാൻ പോകുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. കാരണം നിലവിൽ അമേരിക്കയ്ക്ക് ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പിടിയില്ല. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അപ്പോൾ ഈ കാച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് വളരെ പ്രധാനമാണ്. നിലവിൽ അവർക്ക് ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടും അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണ്. കാച്ചിൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തും ഇപ്പോൾ നിലവിൽ മ്യാൻമാർ പട്ടാളവുമായിട്ട് വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ്. സോ ഇതും പതിയെ അതിൻ്റെ ഭാഗമാക്കാനുള്ള ശ്രമമുണ്ട്. ഇത് കൂടാതെ സഗൈൻ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് ചിൻ സ്റ്റേറ്റിനും കാച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെയും ഇടയിലാണ് ഈ സഗൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് കിടക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഒരിക്കലും ഇവരുടെ ഈ ഒരു സോക്കോൾഡ് ക്രിസ്ത്യൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ പോപ്പുലേഷൻ ഏതാണ്ട് 92% ബുദ്ധിസമാണ്. എന്നാൽ 6 മുതൽ 8% വരെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ശക്തവുമാണ്. അതിൽ തന്നെ നേരത്തെ പറഞ്ഞ ഈ ചിൻ വിഭാഗങ്ങൾ, മിസോ വിഭാഗങ്ങൾ, ആ ഒരു എത്നിക് ഗ്രൂപ്പുകൾ ഇവിടെയുമുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റിന്റെ കുറെ ഭാഗങ്ങൾ കൂടി നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു കാച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ട് കണക്ഷൻ വരും. ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിനെയും കാച്ചിനെയും കണക്ട് ചെയ്യുന്ന ഒരു മിഡിലിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണത്. അപ്പോൾ അവിടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ പ്രദേശങ്ങളെ കൊണ്ടുവന്നാൽ സാധിക്കും. ആ ഒരു മിലിറ്റന്റ് മൂവ്മെന്റ് അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചിൻ സ്റ്റേറ്റുമായിട്ടും നേരത്തെ പറഞ്ഞ സഗൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റുമായിട്ടും ചേർന്ന് കിടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ആണ് ഈ കാണുന്ന മഗ്വേ എന്ന് പറയുന്നത്. ഈ മഗ്വേ എന്ന് പറയുന്ന സ്റ്റേറ്റും വളരെ പ്രധാനമാണ്. ഇവിടെയും ചിൻ വംശജരുണ്ട്. ഇവിടെ ആകെ പോപ്പുലേഷന്റെ 98% ഈ പറയുന്ന ബുദ്ധിസമാണ്. 0.7 മുതൽ 1% വരെയാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്. പക്ഷേ ഇവിടെയും ചിൻ വംശജരുള്ളത് കൊണ്ട് തന്നെ ആ ചിൻ വിഭാഗത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റിന്റെയും കുറച്ചു ഭാഗങ്ങൾ കാർന്നെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെയും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പലതരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മ്യാൻമാറിന്റെ തന്നെ ഭാഗമായിട്ടുള്ള റഹൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് ഇത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 63% ബുദ്ധിസം, 35% ഇസ്ലാം. മ്യാൻമാറിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം ഉള്ള ഒരു റീജിയനാണ് ഇത്. ഇവിടെ നിന്നാണ് രോഹിംഗ്യൻ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഇവിടെ ഏതാണ്ട് 1 മുതൽ 2% വരെ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവിടെയും റോഹിംഗ്യൻസ് ഉണ്ട്, ചിൻ വംശജരുണ്ട്. അപ്പോൾ ഈ ചിന്നിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ റീജിയൻസ് നിങ്ങൾ ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കുക. മ്യാൻമാറിന്റെ മാപ്പ് നോക്കുക. ഈ റഹൈൻ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിൽ ചിൻ അതിനോട് ചേർന്നിട്ട് ആ ഒരു സ്റ്റേറ്റിനോട് ചേർന്നാണ് ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റും മഗ്വേ എന്ന് പറയുന്ന സ്റ്റേറ്റും സ്ഥിതി ചെയ്യുന്നത്. അതിൽ ചിന്നിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പറയുന്ന കുക്കി വംശജരാണ്, അല്ലെങ്കിൽ ചിൻ വംശജരെന്ന് പറഞ്ഞാൽ കുക്കികളാണ്. അപ്പോൾ ആ ഒരു റീജിയണും ഈ റഹൈൻ എന്ന് പറയുന്ന റീജിയൻ്റെ ആ ഒരു സ്റ്റേറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് അവർക്കൊരു കണക്ഷൻ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റേറ്റിന്റെ മെജോറിറ്റിയിലും വരുന്നത് ഇപ്പോഴും ബുദ്ധിസ്റ്റ് ആണ്, പിന്നെ ഇസ്ലാമാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും ഈ വരാൻ പോകുന്ന ഒരു ക്രിസ്ത്യൻ രാജ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിൻ സ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ബംഗാൾ ഉൾക്കടലിന്റെ അതിർത്തിയിലേക്ക് എത്തുക, ഉൾക്കടലുമായിട്ട് നേരിട്ട് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ടകളിൽ ഒന്ന്. അതോടുകൂടി അമേരിക്കയ്ക്ക് അവരുടെ മുങ്ങിക്കപ്പലുകൾക്കും അല്ലെങ്കിൽ അവരുടെ യുദ്ധ കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും ഒക്കെ വന്നു കിടക്കാൻ ഒരു പോർട്ട് ഇവിടെ അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് വേറൊരു പ്ലാനും കൂടി ഇവർക്കുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മ്യാൻമാറിന്റെ കേസ് സംസാരിച്ചാൽ അവരുടെ ഈ റഹൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ് അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി ഉണ്ടാക്കുക, പിന്നെ ചിൻ സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും, മാഗ്വേയുടെ കുറച്ച് ഭാഗങ്ങൾ, സഗൈനിന്റെ കുറച്ച് ഭാഗങ്ങൾ, കച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അവിടെ അത്രയും പ്രദേശങ്ങൾ വെച്ചിട്ട് ഒരു ഭാഗം. അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ചിറ്റഗോങ് ഹിൽസിന്റെ ഒരു ഭാഗം. പൂർണ്ണമായിട്ടും കിട്ടില്ല. ചിറ്റഗോങ് ഹിൽസിന്റെ പ്രത്യേകത അവിടെയും കുക്കി വംശജരുണ്ട്. അപ്പൊ ചിറ്റഗോങ് ഹിൽസിന്റെ ഒരു പ്രദേശം അത് ബംഗ്ലാദേശിന്റെയാണ്. അവിടെയാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യത്തിനായിട്ട് US ട്രൈ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ ഈ ചിറ്റഗോങ്ങിന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കഴിയുമെങ്കിൽ അവിടെ ഒരു ഐലൻഡ് ഉണ്ടല്ലോ, സെയിന്റ് മാർട്ടിൻ ഐലൻഡ്, ആ ഐലൻഡ് സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും അമേരിക്കയുടെ ടാർഗറ്റ്. ഇവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമൊക്കെ അവരങ്ങ് സ്ഥാപിക്കും, എന്നിട്ട് അവരുടെ സപ്പോർട്ടും കൊടുക്കും. പക്ഷെ അമേരിക്കയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു ഐലൻഡ് ബംഗാൾ ഉൾക്കടലിൽ കിട്ടുമോ എന്നുള്ളതാണ് അമേരിക്ക നോക്കുന്നത്. അതാണ് സെയിന്റ് മാർട്ടിൻ ഐലൻഡ്. അതുകൂടി സ്വന്തമാക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അപ്പൊ ചിറ്റഗോങ്ങിന്റെ കുറെ പ്രദേശങ്ങൾ, റഹൈൻ സ്റ്റേറ്റിന്റെ കുറച്ച് പ്രദേശങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രദേശം നമ്മുടെ ബേ ഓഫ് ബംഗാളിന് അഭിമുഖമായിട്ട് തീരങ്ങൾ ഇവർക്ക് കിട്ടും. ഇതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിസോറാം ഇന്ത്യയുടേതാണ്. ആ മിസോറാമിന് അവിടെയും മിസോ പീപ്പിൾ എന്ന് പറയുന്നത് കുക്കി വംശജരാണ്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണിപ്പൂര്, നാഗാലാൻഡും ബാക്കിയുള്ള പ്രദേശങ്ങളും ഒക്കെ വിട്ടാലും ഇന്ത്യയിൽ നിന്ന് ഈ 2 സ്റ്റേറ്റുകളെങ്കിലും ചേർത്തെടുത്ത് പരമാവധി ഒരു രാഷ്ട്രം, ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അജണ്ട. ഇത് ക്രിസ്ത്യൻ മതത്തോടുള്ള സ്നേഹമൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ അമേരിക്കൻ അജണ്ടയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്,
ചൈന, ഇന്നത്തെ അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളി. 2, അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ അടുത്ത എക്കണോമിക് സൂപ്പർ പവർ ആകാൻ പോവുകയാണ്. ആർക്കും തടയാൻ പറ്റില്ല, ഇന്ത്യയുടെ ആ ഒരു എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ പറ്റില്ല. ഇന്ന് 4 ബില്യൺ GDP ഉള്ള ഇന്ത്യ അമേരിക്കയ്ക്ക് കുറെ കൂടി ഈസി ടാർഗറ്റാണ്. എന്നാൽ 10 ട്രില്യൺ ക്രോസ് ചെയ്ത് നിൽക്കുന്ന ഇന്ത്യ അമേരിക്കയ്ക്ക് എടുത്താ പൊങ്ങാത്ത ഒന്നുമാണ്. അപ്പൊ ഇന്ത്യ കൂടുതൽ പവർഫുൾ ആവുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ അജണ്ട നടപ്പാക്കണം. ഇതുകൊണ്ട് എന്താണ് അവരുടെ നേട്ടം എന്ന് ചോദിച്ചാൽ, 1, ചൈനയുമായിട്ട് നേരിട്ട് അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യത്തിന് അതിർത്തി വരാൻ പോവുകയാണ്. ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഒന്നും തന്നെ ഒരു പരിധിയിൽ കൂടുതൽ അമേരിക്കൻ ഇൻഫ്ലുവൻസ് നടക്കില്ല. അത് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. ഇന്ത്യയിലും നടക്കില്ല. ഇന്ത്യ വളരെ പണ്ട് തന്നെ ഇക്കാര്യം അമേരിക്കയോട് വ്യക്തമാക്കിയതാണ്. ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പപ്പറ്റ് ആവാനോ നിങ്ങളുടെ തൊഴുത്തിലെ ഒരു പശു ആവാനോ ഇന്ത്യയെ കിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അമേരിക്കയ്ക്ക് സമ്പൂർണ്ണ ആധിപത്യമുള്ള ഒരു രാജ്യമാണ് അവർക്ക് വേണ്ടത്. അവിടെയാണ് അവർ ഈ വിഭജനത്തിനായ ഒരു ശ്രമം നടത്തുന്നത്. ഇനിയിപ്പോ ഇന്ത്യയുടെ മണിപ്പൂരും മിസോറാമും കിട്ടിയില്ല എന്ന് തന്നെ വെച്ചോ, ഇപ്പൊ തന്നെ അവരവിടെ ചിൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. നേരിട്ട് അമേരിക്കൻ ഇൻവോൾവ്മെന്റ് എന്ന് നമുക്കിൽ കാണാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? എന്തായാലും ഇന്ത്യയിൽ നിന്ന് പോവില്ല. ഇന്ത്യൻ അതിർത്തി ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള അതിർത്തിയാണ്. അവിടെ നിന്ന് എന്തായാലും പോകത്തില്ല. ചൈന എന്തായാലും ഇവിടെ ഉള്ളവർക്ക് ആയുധം കൊടുക്കില്ല. അമേരിക്കൻ അജണ്ടയ്ക്ക് വേണ്ടി ചൈന ആയുധം കൊടുക്കില്ല. പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഇല്ല, അപ്പോൾ ആ വഴിയും വരില്ല. പിന്നെ അതിർത്തി ഉള്ളത് ഏത് വഴിയാണ്? തായ്ലൻഡ് വഴിയാണ്. എങ്ങനെയാണ് അമേരിക്ക തായ്ലൻഡ് വഴി മ്യാൻമാറിലെ വിഘടനവാദത്തിന് തുടക്കമിട്ടത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇതിന്റെ ദൈർഘ്യം ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അമേരിക്കയുടെ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറയുന്ന അജണ്ട എന്താണ് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം. എങ്ങനെയാണ് അവരത് വിഭാവനം ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. 70,000-ലധികം കുക്കികൾ അങ്ങ് അമേരിക്കയിലുണ്ട്. ഇന്ത്യയിലെ മണിപ്പൂർ കത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് ആരാണ്? കുക്കികളാണ്. മണിപ്പൂർ കലാപം നടന്ന സമയത്ത് അമേരിക്കയിൽ വെച്ച് ഖാലിസ്ഥാൻവാദികളും മണിപ്പൂർ കലാപത്തിന്റെ പിന്നിലെ നേതാക്കളും തമ്മിൽ നടന്നൊരു യോഗമുണ്ട്. അതായത് മണിപ്പൂരിലെ കലാപത്തിന്റെ പിന്നിൽ അമേരിക്കയ്ക്ക് കൈകളുണ്ട് എന്ന് വ്യക്തമായും സൂചിപ്പിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് അന്ന് അമേരിക്കയിൽ നടന്നത്. അതിനെക്കുറിച്ചും തായ്ലൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവർ മ്യാൻമാറിലേക്ക് കടന്നു കയറി ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് മ്യാൻമാറിൽ അട്ടിമറി ഉണ്ടായത് എന്നതിനെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇതിന്റെ തുടർച്ചയായിട്ട് കുറേയേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം നമുക്കൊരു വീഡിയോയിൽ പൂർത്തിയാക്കാൻ പറ്റില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. തൽക്കാലം നിർത്തുന്നു.